കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും പോവായിരുന്നു. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര. അപ്പോ ഈ പാവപ്പെട്ട പുരുഷന്മാർക്ക് ഇവിടെ ഒരു സൗജന്യവും ഇല്ലേ? ഓ ഇങ്ങോട്ട് വാടാ. KSRTC ബസ്സിൽ നമുക്കൂടെ സൗജന്യ യാത്ര തന്നിരുന്നെങ്കിൽ രാവിലെ കാല് വെച്ച വാക്കിന് എങ്ങോട്ടെങ്കിലും പോവായിരുന്നു. അതിന് പുരുഷന്മാരെ ആർക്ക് വേണോടെ വീട്ടിൽ പോലും വേണ്ട. കേട്ടാ വിഷയം, ഈ പുരുഷന്മാർക്ക് എന്തെങ്കിലും സൗജന്യം ഉണ്ടാ, എന്തെങ്കിലും സംവരണം ഉണ്ടാ? ഉണ്ടടാ, സംവരണം ഉണ്ട്. മൂത്രപ്പെരേല് പാപ്പു. അണ്ണാ, നമ്മൾ ഇന്നലെ കണ്ട വെയിറ്റിംഗ് ഷെഡ് ഇവിടെ കണ്ടില്ലല്ലേ? അത് ആരെങ്കിലും പൊളിച്ചോണ്ട് പോയാന്തോ? എടാ, അതിന് സ്ഥലത്തില്ലടേ. നീ ഇങ്ങോട്ട് നട. ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റ പാടെ എനിക്കറിയാം. വരി മീശ. എന്റെ പൊന്നെ, എന്തോന്ന് പണിയണത്? എനിക്ക് പണിയൊന്നുമില്ല. കയ്യറ, ഇവിടെ ഒരു മീശ മതി. എവിടെ കച്ചേരി? എന്തെണ്ണ? അല്ല, നീ രൂപയൊക്കെ ഇട്ട്. ഇത് ചേച്ചീരെ മോന്റെ. അവ എനിക്കൊന്നും പറ്റുന്ന ഇട്ടോണ്ട് ഓടിക്കളഞ്ഞു. ദേഷ്യക്കാരൻ പറഞ്ഞേ, എവന്റെ എവിടെ കിടന്ന് ഇറങ്ങണത്? ഇടേ, അവന്റെ പൈസക്ക് ഇവിടെ അത്രയും മാറ്റി കൂട്ടിയിരിക്കല്ലേ? ആ, എല്ലാരും ഉണ്ടല്ലോ. ലൊക്കേഷനൊക്കെ മാറ്റി പിടിച്ച. ഞങ്ങൾ കൊല്ലത്തോണ്ട് ഇല്ലണ്ണ. അതിന് കൊല്ലത്തേക്ക് ഇവിടുന്ന് ബസ്സുണ്ടാ? അയ്യോ, ഇവിടെ നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ. നെടിവേലി കഴിഞ്ഞാ ചാത്തമ്പാട്. ചാത്തമ്പാടിന്റെ തൊട്ടടുത്തല്ലേ, അവിടെ നടന്നു കയറാനുള്ള ദൂരമല്ലേ ഉള്ളൂ. ശരി, അത് എനിക്കിട്ട് താങ്ങിയതാണല്ല. എന്തായാലും പണിയില്ലേന്ന് അവൻ ചോദിച്ചില്ല. ഭാഗ്യം. ഡേയ്, അപ്പൊ ഇന്ന് പണിക്കൂയില്ലല്ലേ? പോയില്ല, പണിയില്ല. അല്ലെങ്കിൽ തന്നെ മലയാളം ആർക്ക് വേണം? എല്ലാവർക്കും ബംഗാളികളല്ലേ ആവശ്യം. ബംഗാളികളെ മലയാളം ആർക്കും വേണ്ടല്ലേ? ഇവനൊക്കെ ചത്ത. വട്ടാരം മതിയില്ല പറഞ്ഞത്. ഇനി എന്ത് ചെയ്യുമെന്നോ ഒരു പിടിയില്ല. വട്ടായ അല്ലാണ്ട് ഹോട്ടലൊക്കെ കാണിച്ച് വരണം. അണ്ണാ, പട്ടാളത്തിനെ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് പോയാലേ? എടാ, അയാൾ പട്ടാളമാണ്. യൂണിയൻകാരോടെ വരട്ടെ. ഈശേ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു നിർത്തി. ഇല്ല. ആ, എന്ത് സാറ്? എന്ത് പറയാൻ, പട്ടാളത്തിലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാമായിരുന്നു. വലിച്ചനെ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞവരാണ്. ആര് സാറേ? ബംഗാളികള്. ഓ, ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയവരാണ്. ഇപ്പൊ ഒരൊറ്റ എണ്ണം തിരിച്ചു വരുന്നില്ല. ഒരുത്തനും വരല്ലേ? വിളിച്ചാൽ ഒരുത്തനും ഫോൺ എടുക്കാറില്ല. ഇനി ഒരുത്തനും ഫോൺ എടുക്കൂല. ഫോൺ എടുക്കുന്നവൻ ചോദിക്കുന്നത് ഒടുക്കത്തെ കൂലി കൊടുക്കണം. ശേ, അവന്മാരെ പ്രതീക്ഷിച്ചാണ് ഞാൻ കൃഷിയൊക്കെ തുടങ്ങിയത്. ഇലക്ഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ, പുതിയ സർക്കാരും വന്നല്ലേ ഉള്ളൂ, അവരൊക്കെ വരും സാറേ. മലയാളികളെ വിളിക്കാന്ന് പറഞ്ഞാൽ ഒരുത്തനും പണിക്കും. കൂലിപ്പണിക്കൊന്നും ഇനി ഒരു മലയാളികളെ കിട്ടില്ല. അങ്ങനെ പറയല്ലേ സാറേ. അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന നല്ല മലയാളികളും ഉണ്ട്. പക്ഷെ അവരെ കൊണ്ട് മാത്രം പറ്റില്ല. ദാണ്ട നിൽക്കുന്ന രണ്ടെണ്ണം. യവന്മാരെ കൊണ്ട് വീട്ടുകാർക്കും ഒരു ഗുണമല്ല, നാട്ടുകാർക്കും ഒരു ഗുണമല്ല. വാ, പണിയുണ്ട്. വളവിടാനല്ലേ? അത് വന്ന കാലത്തെയാണല്ലേ അളിയ? വളം ഞാൻ ഇട്ടോളാം. നിങ്ങളൊന്ന് വന്ന് തടം വെട്ടി തന്നാ മതി. തടം വെട്ടിയ കേസാവും, പോലീസ് പിടിക്കും, നമ്മളകത്താവും. നടക്കൂല. പോലീസല്ല, നാട്ടുകാര് നിന്നെയൊക്കെ പിടിച്ച് അടിയും തന്ന് പണിയെടുപ്പിക്കും. പട്ടാളം പറഞ്ഞ പോലെ അല്ലേ നടക്കൂ? ആ, ബംഗാളികൾ വന്നില്ലെങ്കിൽ അത് ചിലപ്പോ സംഭവിക്കും. അണ്ണാ, വാ. നിങ്ങൾ പട്ടാളത്തിന്റെ അടുത്താണ് പോണത്? പട്ടാളത്തിന്റെ അവിടെ നമ്മളെ പട്ടി പോവും. നമ്മൾ അടുത്ത വെയിറ്റിംഗ് ഷെഡ് നോക്കാൻ പോണെന്ന്. ശരി, അപ്പൊ ഞാനാ. നിങ്ങള് കിഴക്കാട്ടോ ഒക്കെ ബംഗാളികൾ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചോളെ മീശ.